കോൺഗ്രസ് കൗൺസിലർക്കെതിരായ പീഡന പരാതി ഞെട്ടലുണ്ടാക്കിയെന്ന് പാലക്കാട് ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥി NMR റസാഖ്. ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രവൃത്തിയാണിത്. ജനപ്രതിനിധികൾ പലരും പ്രക്ഷോഭത്തിന് സഹായം ഒരുക്കുന്നുവെന്ന് റസാഖ് പറഞ്ഞു. സ്ത്രീകളെ മാറ്റി എന്നുള്ളത് അടിസ്ഥാനപരമായി നാം സ്വീകരിക്കുന്നത് മനുഷ്യൻ എന്ന നിലയ്ക്ക് അതിനപ്പുറം ഒരു ജനപ്രതിനിധി കൂടിയാകുന്ന സമയത്ത് ആ പ്രശ്നത്തിൻ്റെ ഗൗരവം വളരെ കൂടുതലാണ്. പക്ഷേ കേട്ടപ്പോൾ നെട്ടല്ല ഉണ്ടായത്. ഇതൊന്നും ഈ സമൂഹത്തിന് യോജിച്ചില്ല. ഇതൊന്നും ഒരു ജനപ്രതിനിധിയെയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യരുത്. ഇങ്ങനെ ഏതെങ്കിലും ജനപ്രതിനിധിയുടെ തണലിലാണ് ആ ധൈര്യത്തിനാണ് ചെയ്യുന്നതൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ കേട്ടത്. ഒന്നും ശരിയില്ലാത്ത കാര്യങ്ങളാണ്. ഇടതുപക്ഷമല്ല, മനുഷ്യനായിട്ട് പറഞ്ഞ ആർക്കും യോജിക്കാൻ കഴിയുന്ന കാര്യം. പാലക്കാടിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണിത്. മുഖം നോക്കാത്ത നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കും. പ്രക്ഷോഭത്തിനെതിരെ പോലീസ് കടുത്ത നടപടിയെടുക്കണമെന്നും റസാഖ് ആവശ്യപ്പെട്ടു. പോലീസിന്റെ നടപടിക്രമങ്ങൾ പാലിക്കുക തന്നെ വേണം. കാരണം അതിനകത്തൊന്നും ഒരു ഇളവ് കൊടുക്കാൻ പറ്റില്ല. ഒരു ഞാൻ അറിഞ്ഞിടത്തോളം ഒരു SC വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയാണെന്ന് കേട്ടത്. അതിൻ്റെയൊക്കെ വ്യാപ്തി വളരെ കൂടുതലാണ് അല്ലേ. നിയമപരമായി തന്നെ അതിൽ ഒരുപാട് ശിക്ഷകൾക്ക് ഒരുപാട് കൂടുതൽ വകുപ്പുകളൊക്കെ വ്യത്യസ്തമായ വകുപ്പുകളാണ്. പോലീസിൻ്റെ നടപടി സ്വീകരിക്കണം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മാതിരിയുള്ള കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ നടപടിയെടുക്കുന്ന ആളാണ്. അതിനകത്ത് മുഖം നോക്കാതെയുള്ള നടപടിയായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാവുക എന്ന് തന്നെ ആയിരിക്കും എന്നുള്ളത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ആ പരാതി ആർക്കത് കൈമാറുമോ ആ രീതിയിൽ തന്നെ കൈമാറിയിട്ടുണ്ടാവും. അത് ഉറപ്പാണ്. കാര്യത്തിലൊന്നും യാതൊരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. UTV ന്യൂസ്, പാലക്കാട്.